വളരെ നിമിഷ നേരങ്ങൾക്കകം അത് സത്യമോ അസത്യമോ എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഓരോ മനുഷ്യനും തന്റെ സ്വീകരണ മുറിയിലിരുന്ന്, അല്ലെങ്കിൽ യാത്രക്കിടയിലെ ബസ്സിലോ കാറിലോ ട്രെയിനിലിരുന്ന്, പള്ളിയിൽ നിന്നിറങ്ങിയാൽ പള്ളിയുടെ വരാന്തയിലിരുന്ന്, ഏതെങ്കിലും കടലിന്റെ തീരത്തിരുന്ന്, ഏതെങ്കിലും പാർക്കിലിരുന്ന്, ഏതെങ്കിലും വീടിന്റെ മൂലയിലിരുന്ന്, എവിടെയാണോ ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നത് ആ സ്ഥലത്തിരുന്ന്, അല്ലെങ്കിൽ എവിടെയാണോ ചാരാൻ ഒരു കുന്തം കിട്ടുന്നത് ആ കുന്തത്തിനോട് ചാരി തന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആയുധം കൊണ്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സർവ്വ കാര്യങ്ങളും കേൾക്കുകയും അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ, ഒരുപാട് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇസ്ലാം പഠിക്കാത്തവർ, ദീനിനെ മനസ്സിലാക്കാത്തവർ, ദീനിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയപ്പെടുന്ന എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ, അതേപോലെ തന്നെ ലെസ്ബിയൻ കപ്പിൾസുകൾ, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, LGBTQ എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകൾ, തുടങ്ങിയ ആളുകളെല്ലാം അവർക്ക് തോന്നുന്നത് പോലെ, അവർ കേട്ടതുപോലെ, അവരറിഞ്ഞതുപോലെ യാഥാർത്ഥ്യ ബോധത്തിനപ്പുറത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ ശതമാനമെങ്കിലും ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകൾ വലിയ അപകടത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അവരെ കാണുന്നതും അറിയുന്നതുമെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ മദ്രസയിൽ നിന്ന് പഠിച്ചത്, പള്ളികളിൽ നിന്ന് കേട്ടത്, കിതാബുകളിൽ നിന്ന് ഓതി പഠിച്ചത്, മുമ്പേ നടന്നുപോയ വന്ദ്യരായ ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുത്തത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക പരമോന്നത മത പണ്ഡിത സഭയുടെ ഉലമാക്കൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, അതെല്ലാം ഒരു നിമിഷ നേരത്തേക്ക് മറന്നുകൊണ്ട് ഏതെങ്കിലും യൂട്യൂബോളികളും ഏതെങ്കിലും ബ്ലോഗർമാരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളും പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ പടച്ചുവിടുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് ഇത്തരം നേർച്ചകളുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇത്തരം ഉറൂസുകളുടെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരെ സ്മരിക്കലും അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കലും അവരെ കുറിച്ച് പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിന്റെ ഗുണമെന്താണ്? അതിന്റെ ഗുണമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ഉമ്മമാരോടും പ്രിയപ്പെട്ട ഉപ്പമാരോടും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ പലരും ഇവിടെ ഉറൂസിന് വരാറുണ്ട്, നിങ്ങളിൽ പലരും ദുആ ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. ഇവിടെ അവസാനത്തെ ദിവസം വരുമ്പോ വലിയ ജനക്കൂട്ടം വരാറുണ്ട്. ആ ജനക്കൂട്ടം വരുമ്പോ നിങ്ങൾ സുന്ദരമായി ഇങ്ങോട്ട് കടന്നു വരാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോ നിങ്ങളുടെ പ്രായപൂർത്തിയായ മക്കളെ, നിങ്ങളുടെ പ്രായപൂർത്തിയായ ആൺമക്കളെ, നിങ്ങളുടെ പ്രായപൂർത്തിയായ പെൺമക്കളെ, നിങ്ങളുടെ കുഞ്ഞുമക്കളെ വീട്ടിന്റെ അകത്തളത്ത് അവരവിടെ വെറുതെ വിട്ടിട്ടാണ് വരുന്നത്. നിങ്ങൾ വരുന്ന സമയത്ത് അവരെ കൈപിടിച്ചു കൊണ്ടുവരണം, അവരിവിടേക്ക് കൊണ്ടുവരണം, അവരിത് കാണണം, അവരിത് അറിയണം, അവരിത് പഠിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങളെ, അതിന്റെ ശിയാറുകളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ ആദർശങ്ങളെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് ഇത്തരം മഹനീയമായ സദസ്സുകളിൽ നിന്നാണ്. അതിനുള്ള അവസരം നിങ്ങൾ അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹനാൻ ചായോ, അല്ലെങ്കിൽ വേടനോ, അല്ലെങ്കിൽ പേരെടുത്ത് പറയാൻ പറ്റാത്ത മറ്റുള്ളവരോ അവരുടെ ആരാധനാ പാത്രങ്ങളായി അവര് പറയുന്നതാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ആഘോഷങ്ങളുടെ ലോകമാക്കി അവര് മാറ്റുമ്പോ അള്ളാഹുവും അള്ളാഹുവിന്റെ 1,24,000 അംബിയാ മുർസലീങ്ങളും ലോകത്ത് കാണിച്ചു തന്നിട്ടുള്ള അജയ്യമായ ഐതിഹാസികമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആശയത്തിൽ നിന്ന് കുട്ടികൾ വ്യതിചലിച്ചു പോയി. നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് അവർ യഥാർത്ഥ വിശ്വാസികളല്ലാതെ വലിയ കാലത്ത് മറ്റുള്ള ആളുകളെ പഠിപ്പിക്കുന്ന ലിബറൽ ചിന്താഗതികളെ തലയിൽ കയറ്റിയിട്ട് ഞാനും എന്റെ ശരീരവും എന്റെ ചിന്തകളും മാത്രമാണ് ശരി എന്ന ചിന്തകളുമായി ഒരു തലമുറ കടന്നു വരാതിരിക്കാൻ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം പരിപാടികളിലേക്ക് വരുമ്പോ അവരെ കൊണ്ടുവരണം, ഇത്തരം സദസ്സുകളിൽ അവരെ ഇരുത്തണം,
അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. അവർ മദ്രസയിലേക്ക് പോകണം. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും എത്തുമ്പോഴേക്ക് ഇംഗ്ലീഷ് മീഡിയം പഠിക്കാനെന്ന പേരിൽ വലിയ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാനെന്ന വ്യാജേന, അല്ലെങ്കിൽ അവർക്ക് ഡോക്ടറും എഞ്ചിനീയറും ആകണമെന്ന് പറഞ്ഞ് 5ലും 4ലും മദ്രസ വിദ്യാഭ്യാസം നടത്തുന്ന രക്ഷിതാക്കൾ ചോദിച്ചാൽ പറയും, they want to study English language. They should be in a fluent English language. That is what we are not sending into the madrasa. ഞങ്ങൾ മദ്രസയിലേക്ക് അവരെ അയക്കുന്നില്ല. പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, അവർ മദ്രസയിൽ പോകട്ടെ. സാധ്യമായ കാലം വരെ അവർ മദ്രസ പഠിക്കട്ടെ. കേരളത്തിനകത്തും പുറത്തുമായി 10,000-ലേറെ മദ്രസകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയും സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ പ്രചണ്ഡമായി, വളരെ കുറ്റമറ്റ രീതിയിൽ ഓൺലൈൻ സംവിധാനങ്ങളിൽ കൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പഠിക്കാൻ വരെ സാധിക്കുന്ന തരത്തിൽ മഹത്തായ മദ്രസ സംവിധാനം ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ മക്കൾ 5ലും 6ലും വെച്ച് മദ്രസ പഠനം അവസാനിപ്പിച്ച് അവർ ഭൗതികത പഠിക്കട്ടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, നാളെ മരിച്ച് ഏതെങ്കിലും ഒരു പള്ളി മിനാരത്തിന് താഴെ ബാങ്കുലി കേൾക്കുന്ന മനോഹരമായ ഒരു മണ്ണിന്റെ താഴെ അവരെ കൊണ്ടുപോയി വെച്ചാൽ, നിങ്ങൾ മറവ് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ കബറിനരികിൽ വന്നിട്ട് എന്റെ പിതാവിനും എന്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കളില്ലാതെ പോകും. അവർ ഡോക്ടേഴ്സ് ആയിരിക്കും, അവർ എഞ്ചിനീയേഴ്സ് ആയിരിക്കും, അവർ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളായിരിക്കും. അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ അവർക്കൊരു ഷർറായി മാറും, നിങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അവർ വൃദ്ധസദനങ്ങൾ തേടിപ്പോകും. അങ്ങനെ ഇല്ലാതെ ഇരിക്കാൻ ജീവിതത്തിന്റെ അവസാനം വരെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ കൃത്യമായി ബോധ്യത്തോടു കൂടി അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ അനുസരിച്ച് വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിക്കാൻ അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം മതവിദ്യാഭ്യാസം കൂടി കൊടുക്കുന്ന കാര്യത്തിൽ പ്രിയങ്കരായിട്ടുള്ള മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഈ ലോകത്തും അതേപോലെ തന്നെ പരലോകത്തും ഉപകാരമുള്ള മക്കളാക്കി മാറ്റി കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന കുടുംബങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക്